പി.കെ. നവാസ് എന്ന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്ന MSF സംസ്ഥാന പ്രസിഡന്റ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് വിവാദമാകുന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 16 അർദ്ധരാത്രി 50-ലധികം വരുന്ന ഗുണ്ടകളുടെ കൂടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അതിക്രമിച്ചു കയറി SFI വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് പി.കെ. നവാസിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ക്യാമ്പസിൽ കയറി സ്റ്റുഡൻസ് ട്രാപ്പിൽ കണ്ട വിദ്യാർത്ഥികളെ മാരക ആയുധങ്ങളുമായി ആക്രമിച്ച കേസിലാണ് പി.കെ. നവാസിനെതിരെ പോലീസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം 189(2) വകുപ്പ് പ്രകാരവും 191(2) വകുപ്പ് പ്രകാരവും 190, 118(1), 110 എന്നീ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിൽ 2 വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പുകളാണ്. ഈ വകുപ്പ് ചുമത്തി പ്രതിയെ പോലീസ് അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ പരസ്യമായി പ്രതി റിപ്പോർട്ടർ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഇപ്പോൾ വിവാദത്തിന് കാര്യമായിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് SFI നേതാവായിട്ടുള്ള അഫ്സൽ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പോസ്റ്റിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ: വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെയും പ്രകടനം നടത്തിയതിൻ്റെയുമൊക്കെ പേരിൽ നേതൃസ്ഥാനത്തുള്ള ഒട്ടുമിക്ക SFI പ്രവർത്തകർക്കും കേസിൽ വാറണ്ടുമെല്ലാം ഉണ്ടാകും. അങ്ങനെ വന്ന കേസുകളിൽ കൃത്യമായ ഇടവേളകളിൽ സമൻസ് ലഭിക്കാത്തതിൻ്റെ പേരിൽ കോടതിയിൽ ഹാജരാവാത്തതിൻ്റെ ഭാഗമായി വാറണ്ടായി മാറും. ഇത് കുത്തിപ്പൊക്കി SFI നേതാക്കൾ വാറണ്ട് വന്നിട്ടും വിലസി നടക്കുന്നു എന്ന് കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഒരു 100 വട്ടമെങ്കിലും കേരളത്തിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത് കാണും. പലപ്പോഴും മാധ്യമ വാർത്ത വരുമ്പോഴാണ് കേസ് വാറണ്ടായത് അറിയാറുള്ളത്. പറഞ്ഞു വരുന്നത് MSF സംസ്ഥാന പ്രസിഡന്റ് പി.കെ. നവാസിനെ കുറിച്ചാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 16 അർദ്ധരാത്രി 50-ലധികം വരുന്ന ഗുണ്ടകളുടെ കൂടെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ അതിക്രമിച്ചു കയറി സ്റ്റുഡൻസ് ട്രാപ്പിൽ കണ്ട വിദ്യാർത്ഥികളെ മാരകായുധങ്ങളുമായി ആക്രമിച്ച കേസിലെ പ്രതിയാണ് പി.കെ. നവാസ്. ഇതിൻ പ്രകാരം ഇദ്ദേഹത്തിന് ചുമത്തിയ വകുപ്പുകൾ 189(2) അൺലോഫുൾ അസംബ്ലി, 191(2) റയോട്ടിംഗ് നോൺ ബെയിലബിൾ ഒഫൻസ്, 190 മെമ്പർ ഓഫ് അൺലോഫുൾ അസംബ്ലി, 118(1) വോളണ്ടറിലി കോസിംഗ് ഡേഞ്ചറസ് വെപ്പൺസ് ഓർ മീൻസ് നോൺ ബെയിലബിൾ ഒഫൻസ്, 110 അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹൊമിസൈഡ്. ചുരുക്കി പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഗുണ്ടാക്രമണം നടത്തിയതിൻ്റെ പേരിൽ 3 ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ ക്രിമിനൽ കേസിൽ പ്രതിയായ തേഞ്ഞിപ്പാലം പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന പിടികിട്ടാപ്പുള്ളി. ആ പിടികിട്ടാപ്പുള്ളിയാണ് സംസ്ഥാനത്തെ പോലീസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചാനലിൽ വന്നിരിക്കുന്നത്. അരുൺകുമാർ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഇതൊരു പ്രശ്നമല്ല. അന്തിച്ചർച്ചയും വികാര വിക്ഷോഭങ്ങളുമില്ല. സർവം ശാന്തമയം. ഇതാണ് അഫ്സലിൻ്റെ പോസ്റ്റ്. സ്വാഭാവികമായിട്ടും വിമർശനമുണ്ടാകും. MSFകാർക്കും KSUക്കാർക്കും യുവമോർച്ചക്കാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കെല്ലാം എന്ത് തരം നെറുകെട്ട പ്രവർത്തനം നടത്തിയതിനു ശേഷവും പോലീസിൽ പിടികൊടുക്കാതെ ഈ നാട്ടിൽ വിലസി നടക്കാം. മാധ്യമങ്ങൾക്കതൊരു പ്രശ്നമല്ല. അതിനെ സംബന്ധിച്ച് വാർത്തയാകത്തുമില്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ ഉൾപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും അദ്ദേഹം യഥേഷ്ടം ഇറങ്ങി നടക്കുകയാണ്. തേഞ്ഞിപ്പാലം പോലീസിന് മുന്നിലൂടെ പോയിട്ടും നവാസിനെതിരെ നടപടി ഉണ്ടാകാത്തതിന് കാര്യം PV അൻവർ പറഞ്ഞു വെച്ചതിലുണ്ട്. സംസ്ഥാന മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള ശശിധരന് ഇത്തരം ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത്തരം ആൾക്കാരുടെ അറസ്റ്റിന് തിടുക്കം വേണ്ട എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. ഇപ്പോൾ ചിലതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അഫ്സലിൻ്റെ പോസ്റ്റും ഈ നാട്ടിലെ ചില ഉന്നത പോലീസ് ബന്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക വലതുപക്ഷ സ്നേഹവും കൃത്യമായി പുറത്തു വരുന്ന സാഹചര്യമാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്.